നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്ര കൊള്ളയ്ക്കുമെതിരെ CPIM പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമത്തെ ഇടത് സർക്കാർ ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അത് നടപ്പാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഭ്രാന്തൻ കുറുക്കനെ കൊന്നു. തൃക്കരിപ്പൂർ തെക്കേ മാണിയാട്ട് പ്രദേശത്ത് ദിവസങ്ങളായി ഭീതി വരുത്തിയ ഭ്രാന്തൻ കുറുക്കനെ നാട്ടുകാർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൊന്നു. കർണാടകയിലെ BJP യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടൂരു കൊല്ലപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതിയെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. സുള്യ സ്വദേശിയായ ഉമ്മർ ഫാറൂഖാണ് കൊച്ചിയിൽ നിന്ന് പിടിയിലായത്. കടലാക്രമണം തുടർക്കഥയായ കാവുകോടി കടപ്പുറത്ത് ടെട്രോപാഡ് കടൽ ഭിത്തിയൊരുക്കണമെന്ന് മൊഗ്രാൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് പൂർണ്ണമായും നിരവധി തെങ്ങുകളും കടലെടുക്കുകയുണ്ടായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1-ാം വാർഡിൽ തലപ്പാടി മരിയ ആശ്രമം പള്ളി പരിസരത്തു നിന്നും അനധികൃതമായി നടത്തിയ മണ്ണെടുപ്പിനെ തുടർന്ന് വൻ മലഞ്ചെരിവ് ഇടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നത്. വാർത്തകൾ വിശദമായി. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്രക്കൊള്ളയ്ക്കുമെതിരെ CPIM പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്ര കൊള്ളയടിക്കുന്നതിനുമെതിരെ CPIM സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു പരിപാടി. കേന്ദ്രത്തിൽ അധികാരം കിട്ടിയപ്പോൾ ഭരണഘടനയെ തകർക്കാനാണ് BJPയും സംഘപരിവാർ സംഘടനകളും ശ്രമിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷം ആവശ്യപ്പെട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇതാണ് BJP അട്ടിമറിച്ചിരിക്കുന്നത്. ഇപ്പോൾ പദ്ധതിക്ക് പണം പോലും വകമാറ്റുന്നില്ലെന്നും പിണറായി പറഞ്ഞു. കേരളം RSSന് അടിയറവ് വെച്ചിരിക്കുകയാണെന്നും പിണറായി ആരോപിച്ചു. സമ്പന്നരാക്കുന്നതിനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള വിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു, അതിസമ്പന്നർക്ക് നൽകുന്നു. അതോടൊപ്പം അവർ വാങ്ങുന്ന കടം, ആ കടം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടല്ല, അവർക്ക് നൽകുന്ന സൗകര്യമുണ്ടെങ്കിൽ കടം എഴുതുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് എഴുതുന്നത്, വഴിവിട്ട് സഹായം. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അനുവദിച്ചിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായുള്ള സബ്സിഡികളുണ്ടായിരുന്നു, ഓരോന്നായി ഒഴിവാക്കുകയും പാവപ്പെട്ടവരെ ഒരു തരത്തിലും വിധാനം ചെയ്യാറില്ല. ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിലെ ഒരു കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങാനുള്ള അവസരം ലഭിക്കും. ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ, മുൻ MP P കരുണാകരൻ, CH കുഞ്ഞമ്പു, VV രമേശൻ, P അപ്പുക്കുട്ടൻ, രാജ്മോഹൻ, E പത്മാവതി, ബേബി ബാലകൃഷ്ണൻ, VPP മുസ്തഫ, പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമത്തെ ഇടത് സർക്കാർ ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രവർത്തിച്ചു പോകുകയാണല്ലോ. ഇവരെന്തിന് അങ്ങോട്ട് കയറി പറയുന്നു ഞങ്ങൾ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കോളാം എന്നെന്തിനു പറയുന്നു? ആരുടെ അജണ്ടയാണത്?
ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലീഗ് വിശ്വാസിയൊക്കെ ഇതിൽ കൂട്ടത്തിലുണ്ടാവും. എന്നാലും ക്ഷമിക്കുക, ലീഗിൻ്റെ മന്ത്രിയാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ മന്ത്രി നേരത്തെ പറഞ്ഞ വാചകങ്ങളുണ്ട്, MLA ആയിരിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ. എന്തിനത് മാറ്റുന്നു? ആരുടെ നിർബന്ധം? എന്തേ നിലപാടില്ലാത്തത്? എന്തിന് RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്നു? കീഴ്പ്പെടൽ മാത്രമല്ല, പാദസേവകരായി മാറുകയല്ലേ. ആ നിലയിലേക്ക് എന്തിന് അധപ്പതിച്ചു? ഇത് വഖഫ് ബോർഡിന്റെ കാര്യം. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അത് നടപ്പാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിൻ്റെ ഭാഗമായി PM ശ്രീ പദ്ധതി നടപ്പാക്കുമ്പോൾ ആ സ്കൂളുകളിൽ ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കുക. അതായത് മതനിരപേക്ഷതയ്ക്കെതിരായ കാവ്യവൽക്കരണത്തിൻ്റെതായ സിലബസ് ആയിരിക്കും ഉൾപ്പെടുത്തുക. LDF തുടക്കം മുതലേ എടുത്തൊരു കാര്യമുണ്ട്, ഈ PM ശ്രീക്ക് ഞങ്ങൾ അനുകൂലമല്ല, ഞങ്ങൾ നടപ്പാക്കാനും തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്തു? PM ശ്രീ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PM ശ്രീ നടപ്പാക്കാതിരിക്കുകയല്ലേ ചെയ്യൂ. അതിൻ്റെ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് കേരളം തീരുമാനിക്കുന്നു, അത് കേന്ദ്രം തരണ്ട. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ടതുണ്ട്. അത് ഓശാരല്ല, ദയയല്ല, സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. ആ പണം തന്നില്ല, അത് പിടിച്ചു വെച്ചു. ഭ്രാന്തൻ കുറുക്കനെ കൊന്നു. തൃക്കരിപ്പൂർ തെക്കേ മാണിയാട്ട് പ്രദേശത്ത് ദിവസങ്ങളായി ഭീതി പരത്തിയ ഭ്രാന്തൻ കുറുക്കനെ നാട്ടുകാർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൊന്നു. ഇതിനിടയിൽ പ്രദേശവാസിയായ TK രതീഷിന് കടിയേറ്റു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങൾക്കും കുറുക്കന്റെ കടിയേറ്റിരുന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ 14-15 വാർഡുകളിലെ തെക്കേ മാണിയാട്ട് കളരിക്കാൽ ക്ഷേത്ര പരിസരത്തും മാണിയാട്ടുമായാണ് ഭ്രാന്തൻ കുറുക്കന്റെ ആക്രമണമുണ്ടായത്. ക്ഷീരകർഷകൻ തെക്കേ മാണിയാട്ടെ K അനിൽകുമാർ, സ്കൂൾ ബസ് ഡ്രൈവർ TK രതീഷ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. അനിൽകുമാറിനെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുവളപ്പിൽ കെട്ടിയിരുന്ന തെക്കേ മാണിയാട്ടെ രാജേഷിന്റെ പോത്ത്, പാച്ചേനി തമ്പായിയുടെ പശു, M സനീഷ് കുമാറിന്റെ കാസർഗോഡ് കുള്ളൻ പശു തുടങ്ങി നിരവധി ഉരക്കുകൾക്ക് ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റിട്ടുണ്ട്. രാവിലെ വെള്ളം കൊടുത്തിട്ടാകുമ്പോൾ ഒന്ന് പുറത്ത് കെട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് അയച്ചിട്ട് പോകുന്നതുണ്ടായിന്. പുറത്ത് പോകുമ്പം ആ അപ്പുറത്തെ കളത്തിലെത്തുന്ന സമയത്ത് അങ്ങനെ ഒരു കുറുക്കം വരുന്നുണ്ടായിന്. അപ്പോൾ അതിനെങ്ങനെ പായിക്കും പോകുന്നില്ല. പോവാതെ നമ്മളെ നേരെ തന്നെ വന്ന് പശുവിനെ വീട്ടിൽ തന്നെ കടിച്ച് എൻ്റെ നേരെയും കടിക്കാൻ കയറി. എന്നിട്ട് ഞാനൊരു കയറുകൊണ്ട് അടി കൊടുത്തിട്ട് വടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടാ. കളരിക്കാൽ ക്ഷേത്ര പരിസരത്തെ M ചന്ദ്രന്റെ വളർത്തുനായയെ കൂട്ടിൽ കയറി കടിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പ്രദേശത്തെത്തി കടിയേറ്റ മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് ഉൾപ്പെടെ ചികിത്സ നൽകി. തെക്കേ മാണിയാട്ട് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയ ഭ്രാന്തൻ കുറുക്കനെ സ്ഥലത്തെ യുവാക്കളും നാട്ടുകാരും കൂടി മണിക്കൂറുകൾ നടത്തിയ പരിശ്രമത്തിനൊടുവിൽ പിടികൂടി കൊന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കർണാടകയിലെ BJP യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടൂരു കൊല്ലപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതിയെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. സുള്യ സ്വദേശിയായ ഉമ്മർ ഫാറൂഖാണ് കൊച്ചിയിൽ നിന്ന് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 25ആയി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് NIA സംഘം ഉമ്മർ ഫാറൂഖിനെ വലയിലാക്കിയത്. ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസും ജാമ്യമില്ലാ വാറന്റും നിലവിലുണ്ടായിരുന്നു. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 4 ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു. നിരോധിത സംഘടനയായ PFIയുടെ സുള്യയിലെ ഓഫീസിൽ വെച്ച് നടന്ന കൊലപാതക ഗൂഢാലോചനയിൽ ഉമ്മർ ഫാറൂഖ് പങ്കെടുത്തിരുന്നതായി NIA കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് മുന്നോടിയായി വെള്ളാരെ ഗ്രാമത്തിൽ നിരീക്ഷണം നടത്തുന്നതിനും ലക്ഷ്യമിട്ട ആളുകളെ തിരിച്ചറിയുന്നതിനുമായി ഉമ്മർ ഫാറൂഖ് തന്റെ മോട്ടോർ സൈക്കിൾ മറ്റൊരു പ്രതിക്ക് നൽകിയതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു.
കേസിൽ സംരക്ഷണം നൽകിയിട്ടുള്ള ഒരു പ്രധാന സാക്ഷിയെ വധിക്കാൻ സഹപ്രതികൾക്കൊപ്പം ശ്രമിച്ച കേസിലും ഉമർ ഫാറൂഖ് പ്രതിയാണെന്ന് NIA വ്യക്തമാക്കി. കേസിലെ മറ്റ് 2 ഒളിവ് പ്രതികളായ അബ്ദുൽ നാസിർ, നൌഷാദ് എന്നിവരെ കഴിഞ്ഞ ജൂലൈയിൽ NIA അറസ്റ്റ് ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഉമർ ഫാറൂഖും പിടിയിലാകുന്നത്. ഇയാൾ കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 25ആയി. ജൂലൈ 26-നാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെള്ളാരയിൽ വെച്ച് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെടുന്നത്. കോഴിക്കട നടത്തിയിരുന്ന പ്രവീൺ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കൊലപാതക അജണ്ടയുടെ ഭാഗമാണ് കുറ്റകൃത്യമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ ഇനി 2 പ്രതികൾ കൂടി ഒളിവിലുണ്ടെന്നും അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും NIA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കടലാക്രമണം തുടർക്കഥയായ കാവുകോളി കടപ്പുറത്ത് ടെട്രോപാഡ് കടൽ ഭിത്തിയൊരുക്കണമെന്ന് മൊഗ്രാൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് പൂർണ്ണമായും തകർന്നു. നിരവധി തെങ്ങുകളും കടലെടുക്കുകയുണ്ടായി. കടലാക്രമണം തുടർക്കഥയാവുന്ന കാവുകോളി ചേരങ്കൈ കടപ്പുറത്ത് ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് മൊഗ്രാൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് പൂർണ്ണമായും നിരവധി തെങ്ങുകളും കടലെടുക്കുകയുണ്ടായി. CPCRIയുടെ സുരക്ഷാ മതിലും തകർത്ത് വൈദ്യുതി തൂണുകൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ 2 വീടുകൾ ഏത് നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. മുൻകാലങ്ങളിലും ഇവിടെ കടലാക്രമണത്തിൽ തീരദേശ റോഡ് കടലെടുക്കുകയുണ്ടായിട്ടുണ്ട്. നിലവിലുള്ള കരിങ്കൽ ഭിത്തിയും ജിയോ ബാഗുകളും തകർന്ന സ്ഥിതിക്ക് ടെട്രോപോഡ് സുരക്ഷാ ഭിത്തി മാത്രമേ ശാശ്വത പരിഹാരമാവുകയുള്ളൂവെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സോയ ലത്തീഫ്, മണ്ഡലം പ്രസിഡന്റ് വേലായുധൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ നാരായണൻ നായർ, ഹനീഫ ചേരങ്കൈ, മണ്ഡലം സെക്രട്ടറി അലി ഏരിയാൽ, കുഞ്ഞിക്കണ്ണൻ, ലത്തീഫ് ഏരിയാൽ വാർഡ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, കൃഷ്ണൻ നായർ, കിരൺ കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1-ാം വാർഡിൽ തലപ്പാടി മരിയ ആശ്രമം പള്ളി പരിസരത്ത് നിന്നും അനധികൃതമായി നടത്തിയ മണ്ണെടുപ്പിനെ തുടർന്ന് വൻ മലഞ്ചെരിവ് ഇടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നത്. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1-ാം വാർഡിൽ തലപ്പാടി മരിയ ആശ്രമം പള്ളിപ്പരിസരത്ത് അനധികൃതമായി നടത്തിയ മണ്ണെടുപ്പിനെ തുടർന്ന് വൻ മലഞ്ചെരിവ് ഇടിഞ്ഞു വീണു. പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നത്. സമീപത്തുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള ടാങ്കും തകർന്നു വീഴുന്ന അവസ്ഥയിലാണുള്ളത്. യാതൊരുവിധ അനുമതിയും നേടാതെ നടത്തിയ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഈ ദുരന്തത്തിന് പ്രധാന കാരണം. മണ്ണിടിച്ചിലിനെ തുടർന്ന് മലയുടെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളുടെ വീടുകൾ കടുത്ത ഭീഷണിയിലാണ്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ കുടുംബങ്ങളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റേണ്ട ആവശ്യകതയുമുണ്ട്. ഇടിഞ്ഞുവീണ മണ്ണിന് സമീപത്തുള്ള തലപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ വാട്ടർ ടാങ്ക് ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണ്. ഈ പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉടൻ തന്നെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില, പഞ്ചായത്ത് അംഗം ഇല്യാസ് തുമിനാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി. ദുരിതബാധിതരായ കുടുംബങ്ങളുടെ സംരക്ഷണവും താൽക്കാലിക പുനരധിവാസവും സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ അടിയന്തര ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മഴ കൂടുതൽ ശക്തമാകുന്നതിനു മുൻപ് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചേർന്ന് അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അപകടാവസ്ഥയിലുള്ള വാട്ടർ ടാങ്ക് സുരക്ഷിതമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നു വരണമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന മുൻ MLA M നാരായണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിശക്തമായ ജനകീയ സമരങ്ങൾ ഉയർന്നു വരണമെന്ന് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി പറഞ്ഞു. രാജ്യത്തെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP സർക്കാർ രാജ്യത്തെ ജനകീയ പോരാട്ടങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കുമെന്ന് കർഷക സമരവും വിദ്യാർത്ഥി സമരവും തെളിയിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന മുൻ MLA M നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ടാണ് മാറ്റം അനിവാര്യമെന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യത്താകെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും സെപ്റ്റംബർ 1 കൃഷിക്കാരും തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ഉൾപ്പെടെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഒത്തുചേരുന്നതെന്നും ഇതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് രാജ്യത്താകെ നടന്നുവരുന്നതെന്നും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ അവരോടൊപ്പം ജീവിച്ച ഒരു നേതാവാണ് M. നാരായണൻ എന്നും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിയമസഭയിൽ സന്ദർഭം കിട്ടുമ്പോഴെല്ലാം അവർക്ക് വേണ്ടി ശബ്ദിച്ച ജനപ്രതിനിധി കൂടിയാണ് M. നാരായണൻ എന്നും അദ്ദേഹം പറഞ്ഞു. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വതന്ത്രമായി ഇവിടെ പൗരന്മാരെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുന്നതാണ് സെക്യുലറിസം. ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, പാർസിയാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ഏത് മതവിശ്വാസികളാവട്ടെ, മതമില്ലാത്തവരാവട്ടെ, അവരെല്ലാം ഇന്ത്യയുടെ തുല്യ പൗരന്മാരെന്ന നിലയ്ക്ക് തുല്യ പരിഗണന നൽകുന്ന ഒരു കൺസെപ്റ്റാണ് ഭരണഘടനയിലുള്ളത്. സോഷ്യലിസം തുല്യതയുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു സന്ദേശം നൽകുന്നതാണ് സോഷ്യലിസം. ഇതെല്ലാം മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാറ്റണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല, അതിനുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോവുകയാണ്. അതിലേക്ക് പോകുന്നതിന് വേണ്ടി ഭരണഘടനയുടെ മൗലികമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടാകണം. 3-2 ഭൂരിപക്ഷം ഇല്ല. അപ്പോൾ വില കൊടുത്ത് MP-മാരെ വാങ്ങിക്കുക. ഈ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എത്ര MP-മാരെയാണ് കോടിക്കണക്കിന് രൂപ, 50 കോടി എത്രയാണോ ചോദിക്കുന്നത് അത് കൊടുക്കും. എത്ര MP-മാരെ മാറ്റി, എത്ര പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്തു, പാർട്ടികളെ പുലർത്തി ഒപ്പം നിൽക്കുന്ന പാർട്ടികൾക്ക് തൃണമൂലിനെ പുലർത്തി. അനുസ്മരണ സമ്മേളനത്തിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ V. രാജൻ, M. അസിനാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV. കൃഷ്ണൻ, M. കുമാരൻ, മുൻ MLA P. വിജയകുമാർ എന്നിവർ സംസാരിച്ചു. CPI കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി N. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വത്സേട്ടാ, കുടികൂടിയതിന്റെ നന്ദി പറയാൻ ദൈവത്തിന്റെ അടുത്ത് വന്നതാണല്ലേ? ദൈവത്തിനോടുള്ള നന്ദി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരാളോട് കൂടി നന്ദി പറയാനുണ്ട്. ദേ വന്നല്ലോ. വീട് പണിയാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വീട് പണി ഇത്രയും ഭംഗിയായും പെട്ടെന്നും തീർക്കാൻ പറ്റിയത്. ഇദ്ദേഹത്തോടും കൂടി നന്ദി പറയാൻ വേണ്ടിയാണ് ഭാര്യയും കൂട്ടി ഞാനിവിടെ വന്നത്. വിവിധതരം ഗുണമേന്മയുള്ള കമ്പനികളുടെ സിമെന്റ് DMP ട്രേഡേഴ്സ്, കൂട്ടച്ചേരി, കുന്നമ്മൽ, നിയർ ദീപ ഹോസ്പിറ്റൽ പാർക്കിംഗ് ഗ്രൗണ്ട്. വാർത്തകൾ തുടരുന്നു. ഓഗസ്റ്റ് 12, 13 തീയതികളിലായി ചെറുവത്തൂരിൽ നടക്കുന്ന കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂട്ട് ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ കർഷക സമരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ചരിത്ര സെമിനാറിൽ ചരിത്രകാരനും മാർക്സിസ്റ്റ് ചിന്തകനുമായ KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 12, 13 തീയതികളിലായി ചെറുവത്തൂരിൽ നടക്കുന്ന കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂട്ട് ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. മലബാർ കർഷക സമരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന ചരിത്ര സെമിനാറിൽ ചരിത്രകാരനും മാർക്സിസ്റ്റ് ചിന്തകനുമായ KT കുഞ്ഞിക്കണ്ണൻ വിഷയാവതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. സാമ്രാജ്യത്വത്തിനെതിരായി ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും തെക്കൻ അമേരിക്കയിലെയും വളരെ പിന്നോക്കം നിൽക്കുന്ന മുതലാളിത്ത പൂർവ്വ കാർഷിക ഉൽപാദന വ്യവസ്ഥ നിലനിൽക്കുന്ന സമൂഹത്തിലെ ജനാധിപത്യ വിപ്ലവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് മുന്നോട്ട് വെച്ചു. കർഷകരും തൊഴിലാളികളും തമ്മിലുള്ള ഐക്യത്തിൻ്റെതായ ഒരു അച്ചുതണ്ട്. ജനാധിപത്യ വിപ്ലവത്തിന്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കാർഷിക വിപ്ലവമാണ്. ഭൂമിയിലെ ജന്മിത്ത ബന്ധങ്ങൾ അവസാനിപ്പിച്ച് ഭൂമിയുടെ ഉടമസ്ഥത എല്ലാവർക്കും കൃഷിഭൂമി കർഷകന് നൽകുന്ന അടിസ്ഥാനപരമായ ധർമ്മമാണ് ജനാധിപത്യ വിപ്ലവം ഏറ്റെടുത്തിരിക്കുന്നത്. ആ കടമ നിർവഹിക്കാൻ കൃഷിക്കാരോട് ചേർന്ന് തൊഴിലാളി വർഗം ഒരു നേതൃത്വ ശക്തി എന്ന നിലക്ക് കർഷകരുടെയും തൊഴിലാളികളുടെയും വിപുലമായ ഐക്യത്തെ രൂപപ്പെടുത്തണം. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് കോളനി രാജ്യങ്ങളിലെ വിപ്ലവ സിദ്ധാന്തം കൊളോണിയൽ ഡിസീസ് രൂപപ്പെടുത്തുന്നത്. സംഘാടക സമിതി ചെയർമാൻ ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, ഏരിയ സെക്രട്ടറി P. രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KV സുരേന്ദ്രൻ, M. പൊക്ലൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ മനോജ് കാരക്കുഴി സ്വാഗതം പറഞ്ഞു. നിരവധി സമരങ്ങളിൽ പങ്കാളിയായവരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗ്ലാസ് ഡീലേഴ്സ് ഫോറം സംസ്ഥാന ക്യാമ്പ് സമാപിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷുക്കൂർ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ച് നടന്ന കേരള ഗ്ലാസ് ഡീലേഴ്സ് ഫോറം സംസ്ഥാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ഷൈൻരാജിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷുക്കൂർ പട്ടാമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഓരോ കച്ചവടക്കാർക്കാണ് സമൂഹത്തിൽ എല്ലാവരെയും ഒരല്പം ഭയം. നമ്മൾ പല കച്ചവടക്കാരൻ ടൗണിൽ പോകുമ്പോഴാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിയൻ നേതാവ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ നമ്മളുടെ ഭവ്യതയും നമ്മളുടെ ഇതൊക്കെ ഒരു ആളുകളും അവരെ തൊഴിൽ നമ്മുടെ വ്യാപാരികളാണ് പഴയ കാലങ്ങളിൽ തൊഴാനും. എൻ്റെ അച്ഛനൊക്കെ കച്ചവടം ചെയ്യുന്ന കാലത്ത് ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഇരുന്ന ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കും. സർ എന്ന് പറയും. ഇരുന്ന നമ്മളുടെ ഈ പരിപാലനമായ ഇരിപ്പിടം. മാഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ KK അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ അനിൽ അഞ്ജന, ബിനു പരപ്പുഴ, ഷാജി പിണക്കാട്ടിൽ, മഹേന്ദ്രദാസ്, പ്രസാദ് ജേക്കബ്, ഷഹീർ കണ്ണപുരം, നൌഫൽ കലാം, റിനോയ്, മുനീർ മുണ്ടേരി, പ്രിൻസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ ഓണം ഫെസ്റ്റിന് തുടക്കമായി.
ട്രെൻഡ് ഓണം ട്രഡീഷൻ ഓണം എന്ന പേരിലാണ് ഓണം ഫെസ്റ്റ് നടക്കുന്നത്. സീരിയൽ താരം ജാൻവി മുരളീധരൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ ഓണത്തെ വരവേറ്റുകൊണ്ട് ട്രെൻഡ് ഓണം ട്രഡീഷണൽ ഓണം എന്ന പേരിൽ ഓണം ഫെസ്റ്റിന് തുടക്കമായി. ഓണം ഫെസ്റ്റിന്റെ ലോഗോ ലോഞ്ച് നടന്നു. നർത്തകിയും 8ഓളം മലയാള സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ഏഷ്യാനെറ്റിലെ മഴതോരും മുമ്പേ എന്ന സീരിയലിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചും കുടുംബിനികളുടെയും അമ്മമാരുടെയും കൃഷ്ണമോൾ എന്ന കഥാപാത്രത്തെ ധന്യമാക്കിയ ജാൻവി മുരളീധരൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഏഷ്യാനെറ്റിൽ മഴതോരും മുമ്പേ എന്ന സീരിയലിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഞാൻ കാസർഗോഡാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കാസർഗോഡ് പാലക്കുന്നാണ് എൻ്റെ സ്ഥലം. അതുകൊണ്ട് തന്നെ ശോഭികയുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഞാൻ. എന്ത് ഒക്കേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ ശോഭികയിൽ വന്നിട്ടാണ് ഡ്രസ്സ് എടുക്കാറ്. സോ ശോഭികയിൽ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടി നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. സോ ശോഭികയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകളും കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. പരിപാടിയിൽ ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതം പറഞ്ഞു. ബിഗ് മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ശോഭിക ഗ്രൂപ്പിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നമുക്കറിയാം, കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഓണമാണ്. അത് അന്നായാലും ഇന്നായാലും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓണത്തിൻ്റെ പ്രാധാന്യം അറിയില്ലെങ്കിലും ഒരു 10 ദിവസം ലീവ് സ്കൂളിന് കിട്ടുമല്ലോ, അപ്പോൾ നമ്മൾ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അന്നു മുതലേ ഓരോ മലയാളി കാത്തിരിക്കുന്ന ഒരു ഉത്സവം തന്നെ പറയാം. കാലഘട്ടമാണ് ഓണക്കാലഘട്ടം. നമുക്കറിയാം, ശോഭിക ഇപ്പോൾ കാഞ്ഞങ്ങാട് വന്നിട്ട് 5 വർഷം തികച്ചിരിക്കുകയാണ്. 5 വർഷം തികഞ്ഞെങ്കിലും ശോഭിക അന്നും ഇന്നും കാഞ്ഞങ്ങാടുകാർക്കെന്നല്ല, കാസർഗോഡ് ജില്ലക്കാർക്കെന്നല്ല, മലബാറിലും പൊതുവെ അന്നത്തെ ആ ഉദ്ഘാടന സമയത്തുള്ള അതേ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് ഇതിനകത്ത് കയറുന്ന ഓരോരാൾക്കും വലിപ്പം ചെറുപ്പമില്ലാതെ എന്താണോ അവരാഗ്രഹിക്കുന്നത്, അത് ട്രെൻഡിങ് ഡ്രസ്സായാലും അല്ലെങ്കിൽ ഒരു കല്യാണ പുടവ എടുക്കാൻ വന്ന മണവാട്ടിയാണെങ്കിൽ കല്യാണ പുടവ, അല്ലെ മോഡേൺ ഡ്രസ്സ് എടുക്കാൻ വന്നവരാണെങ്കിൽ അത്, എന്ത് തന്നെ ആയാലും ഇനി പൈസ നോക്കി വരികയാണെങ്കിൽ ചെറിയ ചെലവിൽ ഡ്രസ്സ് എടുക്കുന്നവർക്ക് അവർക്കും സെലക്ഷൻ ഉണ്ട്. മുഖ്യാതിഥിയായ ജാൻവിയുടെയും ശോഭിക സ്റ്റാഫിന്റെയും മികവാർന്ന വ്യത്യസ്ത ഇനം കലാപരിപാടികൾ ശ്രദ്ധേയമായി. HR എക്സിക്യൂട്ടീവുമാരായ ശ്രീജ, സുകന്യ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. ഓണാഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ട്രെൻഡിങ്ങും ട്രഡീഷനുമായ ഒത്തിരി മികവാർന്ന കളക്ഷനുകളാണ് ശോഭിക വെഡിങ്സ് ഒരുക്കിയിരിക്കുന്നത്. മജീദ് വയനാടിന്റെ നന്ദി പ്രകാശനത്തോടെ പ്രോഗ്രാം അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് 1984-86 പ്രീ ഡിഗ്രി ബാച്ച് C3 പൂർവ്വ വിദ്യാർത്ഥി സംഗമം പടന്ന ഓയിസ്റ്റർ ഒപ്പേര റിസോർട്ടിൽ വെച്ച് നടന്നു. വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷ്ര മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് 1984-86 പ്രീ ഡിഗ്രി ബാച്ച് C3 പൂർവ്വ വിദ്യാർത്ഥി സംഗമം പടന്ന ഓയിസ്റ്റർ ഒപ്പേര റിസോർട്ടിൽ വെച്ച് നടന്നു. വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷ്ര മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ അംഗം MP പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ EM, രാജൻ ചീമേനി, രാജൻ മണിമുണ്ട, സുരേന്ദ്രൻ ഉദിനൂർ, സുരേന്ദ്രൻ മാലോം, ദേവദാസ്, പുഷ്പവല്ലി, അനിത, ഗോപികൃഷ്ണൻ, ഭരതൻ നീലേശ്വരം, സംഗീത സംവിധായകൻ റസാഖ് കരിവെള്ളൂർ തുടങ്ങി എല്ലാ സഹപാഠികളും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തമ്പാൻ കാരക്കോട് സ്വാഗതവും NP അശോകൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളോടെ ചടങ്ങ് നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
വല്യാളൻ ട്രാൻസ്പോർട്ട് സ്ലീപ്പർ കോച്ച് നൈറ്റ് സർവീസ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശനും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി ആസിഫും ചേർന്ന് ഇരു ബസ്സുകളുടെയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. കൊല്ലൂർ മൂകാംബിക, എറണാകുളം ചോറ്റാനിക്കര എന്നിവിടങ്ങളിലേക്കായി സർവീസുകൾ ആരംഭിക്കുന്ന വല്യാളൻ ട്രാൻസ്പോർട്ടിന്റെ 2 സ്ലീപ്പർ കോച്ച് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഫ്ളാഗ് ഓഫ് നടന്നത്. വടക്കേ മലബാറിലെ യാത്രക്കാർക്ക് ആശ്വാസമാകും വിധമുള്ള സമയക്രമീകരണങ്ങളോടെയുള്ള ബസ് സർവീസ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശനും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി ആസിഫും ചേർന്ന് ഇരു ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കേന്ദ്രമായ മൂകാംബിയിലേക്കും ചോറ്റാനിക്കരയിലേക്കും കാഞ്ഞങ്ങാടുന്ന് ബസ് യാത്ര ചെയ്യാൻ ഉള്ള സൗകര്യം കാഞ്ഞങ്ങാട്ടുകാരായ നമ്മുടെ പ്രവാസി കൂടിയായിട്ടുള്ള ബാലകൃഷ്ണേട്ടൻ്റെ കുടുംബം അതിൻ്റെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. കാഞ്ഞങ്ങാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. 2 പ്രധാന ക്ഷേത്ര നഗരിയിലേക്ക് കാഞ്ഞങ്ങാടുന്ന് യാത്ര അത് സ്ലീപ്പർ ബസ് ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള യാത്ര ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത്. ഇവിടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെയാണ്. വൈകുന്നേരം ഇവിടുന്നാണ് എല്ലാ ടൂറിസ്റ്റ് ബാംഗ്ലൂരേക്ക് നിരവധി ബസ്സുകളാണ് ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നഗരം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വികസനത്തിൽ. നേരത്തെ നമ്മൾ തീരുമാനിച്ച നിലയിലുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ചാലുവാകാത്തത്, ബസ്സിന് ഇവിടെ ഓടിയെത്താനുള്ള ടൈമിങ്ങിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ നമ്മുടെ ഫെയർ സ്റ്റേജിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ബോർഡ് യോഗം ചേർന്ന് നമ്മുടെ കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. ഇവിടെ കുമാരേട്ടൻ, ആസിഫ്, ചന്ദ്രേട്ടൻ, മഹേഷ് അടക്കമുള്ള പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട്ടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എല്ലാ മേഖലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. കാരണം നല്ലൊരു സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്ന പ്രവാസി എന്ന് പറയാം. കാരണം ബാലകൃഷ്ണേട്ടൻ നമുക്കറിയാം, വളർന്നു വരുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു അപ്ഡേഷൻ ആയിക്കൊണ്ട് വീണ്ടും ബസ്, നേരത്തെ രമേശേട്ടൻ പറഞ്ഞതുപോലെ ഒരു അപ്ഡേഷൻ, പുതിയ രീതിയിലുള്ളൊരു സ്ലീപ്പർ കാഞ്ഞങ്ങാട്. മറ്റ് ബസ്സുകളൊക്കെ ഇവിടുന്ന് മംഗലാപുരത്തുനിന്നും ഇവിടുന്നാണ് തുടങ്ങുന്നത്. കാഞ്ഞങ്ങാടും തുടങ്ങുന്ന ഒരു ബസ് ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്രയും വലിയൊരു പദ്ധതിയായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രമേശേട്ടൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ബസ്സുകൾ നിരത്തിലിറക്കാനും അതുപോലെ സൗകര്യപ്രദമായ രീതിയിൽ ഓടുവാനും ലാഭം നേടുവാനും ഈ കുടുംബത്തിനും മറ്റു ഇത് വേണ്ടപ്പെട്ട വല്യാളൻ ട്രാവൽസിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ മെമ്പർ സ്വപ്ന, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ്, ടൂറിസ്റ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹി മനു RMS, ഐശ്വര്യകുമാരൻ, സതീശൻ വരദായിനി, ബാലകൃഷ്ണൻ, ആസിഫ് മെട്രോ, മഹേഷ് പുതുച്ചേരി, സജിൻ മുച്ചിലോട്ട്, രമ ബാലകൃഷ്ണൻ, അമൽ കൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ദിവസവും വൈകുന്നേരം 4 മണിക്ക് കൊല്ലൂർ മൂകാംബികയിൽ നിന്നും പുറപ്പെട്ട് ചോറ്റാനിക്കര, രാവിലെ 6:20 വൈകുന്നേരം 7:40 എറണാകുളം ചോറ്റാനിക്കരയിൽ പുറപ്പെട്ട് രാവിലെ 7:40 കൊല്ലൂർ മൂകാംബികയിലെത്തുന്ന രീതിയിലാണ് ബസ്സുകളുടെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467 220 2070. 7 lines. Mansoor Hospital. Dedication, determination and dignity.
1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ലാഭോത്സവം. ഓരോ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ. വിവാഹ വസ്ത്രങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും സ്പെഷ്യൽ വെഡിംഗ് കൗണ്ടറുകളും, സാരികൾക്കായി വൻ ഓഫറുകൾ, ഏറ്റവും പുതിയ ബ്രാൻഡുകളും ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി വിശാലമായ ലേഡീസ് സെക്ഷൻ, കുഞ്ഞോമനകൾക്ക് നിഷ്കളങ്കത പകരുന്ന അത്യാകർഷകമായ കിഡ്സ് വെയർ സെക്ഷൻ, സ്റ്റൈലിഷ് ലുക്കിൽ തിളങ്ങാൻ പ്രമുഖ ബ്രാൻഡുകളുടെ ജെന്റ്സ് വെയർ കളക്ഷനുകൾ, കൂടാതെ ഓണം സ്പെഷ്യൽ സൂപ്പർ കോംബോ ഓഫറുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് മെഗാമാൾ കാഞ്ഞങ്ങാട്, ഓൾസോ അറ്റ് കണ്ണൂർ, ഇരിട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോലിനെ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകി. ദുബായിലെ പ്രൈം ടവറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ദുബായ് KMCC സെക്രട്ടറിയും ലീഗൽ സെൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ സ്നേഹോപഹാരം കൈമാറി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ടോക്ക് ടൈം വിത്ത് ലീഡർ പരിപാടിയിൽ പ്രമുഖ വ്യവസായിയും സേഫ് ലൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോലിന് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ദുബായ് KMCC സെക്രട്ടറിയും ലീഗൽ സെൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ കൈമാറി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹം തുടർച്ചയായി നൽകിവരുന്ന ശക്തമായ പിന്തുണയ്ക്കും വിലപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾക്കും ആദരസൂചകമായാണ് സ്നേഹോപഹാരം സമർപ്പിച്ചത്. ദുബായിൽ പ്രൈം ടവറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി അഫ്സൽ മെട്ടമൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ, സുബൈർ അബ്ദുള്ള, ആസിഫ് ഹൊസങ്കടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കാടാങ്കോട് ജയ്ഹിന്ദ് വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സുകുമാരൻ വേങ്ങാട്ടിന്റെ സാഹിത്യ സൃഷ്ടികൾ പുറത്തിറക്കി. കാടാങ്കോട്ട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ വേങ്ങാട്ടിന്റെ വീട് നോവൽ ജോസ് ആന്റണി കുരിപ്പുഴയുടെ സാഹിത്യ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന അഷ്ടമുടിയുടെ കഥാകാരൻ ലേഖനം എന്നീ 2 പുസ്തകങ്ങളാണ് പ്രകാശിതമായത്. കാടാങ്കോട് നെല്ലിക്കാൽ ദേവസ്വം പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഐതിഹ്യം എന്ന് പറയുന്നെങ്കിലും ആദ്യം എഴുതിയ ഒരു പ്രധാനപ്പെട്ട ചരിത്ര പുസ്തകം കണ്ടെടുത്തത് അച്ചാന്തുരുത്തിൽ നിന്നാണ്. ഇത്രയും സവിശേഷതകൾ മാത്രമല്ല, ജനതയ്ക്ക് സവിശേഷമായ ഒരു സാംസ്കാരിക പൈതൃകവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ പൈതൃകത്തിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയിലത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളം മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളം അറിവിന്
നൽകിയ പ്രാധാന്യമാണ്. ജയ്ഹിന്ദ് ഗ്രന്ഥാലയം രക്ഷാധികാരി എ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കവിയും തിരക്കഥാകൃത്തുമായ സുറാബ് പുസ്തക പ്രകാശനം നടത്തി. ടെന്നീസൺ ഇരവിപുരം, ചന്ദ്രൻ മുട്ടത്ത് എന്നിവർ പുസ്തക പരിചയം നടത്തി. പ്രധാനാധ്യാപകനായി ചുമതലയേറ്റ സുരേന്ദ്രൻ കാടാങ്കോടിനെ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ ആദരിച്ചു. ജയ്ഹിന്ദ് ഗ്രന്ഥാലയം സെക്രട്ടറി ഹരിദാസൻ മാടായി, ജോയിന്റ് സെക്രട്ടറി സതീശൻ വേങ്ങാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം കരുണാകരൻ മുട്ടത്ത്, രചയിതാവ് സുകുമാരൻ വേങ്ങാട്ട്, നികേഷ് മാടായി, ടി പ്രീത, ടി തമ്പാൻ, വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS കർക്കിടക കഞ്ഞി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി കർക്കിടക ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക ശേഷി ആ സമയത്ത് ഉണ്ടാവില്ല, ജോലിക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള സ്ഥിതി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുക, ആ കഞ്ഞി വെച്ച് നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്കാണ് കർക്കിടക മാസം കഞ്ഞി മാസമാക്കി മാറ്റിയിട്ടുള്ളത്. അത്തരത്തിലേക്കുള്ള ഒരു പരിപാടി ഇപ്പോൾ ഒരു നമ്മളെന്താ പറയുക, എല്ലാം ഒരു ഫാഷൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ മതി, ആളുകളൊക്കെ ഈ കർക്കിടക മാസം 1-ാം തീയതി ആകുമ്പോൾ ചിലപ്പോൾ ഒഴിച്ചൽ, പിഴിച്ചൽ, തടവലെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലേക്ക് കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി പൈസ സമ്പാദനത്തിന് വേണ്ടി മാത്രം കർക്കിടക മാസത്തെ ആശ്രയിക്കുന്നവരുണ്ട്. അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല. പുതുതലമുറയ്ക്ക് എന്താണ് കർക്കിടക കഞ്ഞിയെന്നും അത് എന്തൊക്കെ വിഭവങ്ങൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കണമെന്നും അതിനകത്ത് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കണം. ഇനിയൊരു തലമുറ വരുമ്പോൾ അവരെന്ത് ചോദിച്ചാലും കൈമലത്ത്. ഇപ്പം നാട്ടിൽ നടുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, നെല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയണമെന്നില്ല. അപ്പം അത്തരത്തിലേക്ക് പുതിയ തലമുറയെ നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ. ഇതോടനുബന്ധിച്ച് ജെൻഡർ ചാമ്പ്യന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. കുടുംബശ്രീ തുടങ്ങിയതു മുതലുള്ള അജാനൂർ കുടുംബശ്രീ മോഡൽ CDS സെന്റർ RPയും പഞ്ചായത്തിലെ ജനറൽ മേഖലയിൽ മികച്ച പ്രവർത്തകയുമായ VT കാർത്യായനി, അജാനൂർ കുടുംബശ്രീ മോഡൽ CDSലെ ഏറ്റവും പ്രായം കൂടിയ ഹരിതകർമ്മ സേന അംഗം സുശീല ചിത്താരി, 22-ാം വാർഡിലെ കുടുംബശ്രീ അംഗമായ എഴുത്തുകാരി പുഷ്പ കോളവയൽ, കൂർമ്മൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹയായ ആശ, പഞ്ചായത്ത് മെമ്പർ കൂടിയായ C കുഞ്ഞാമിന, CDSലെ മികച്ച സംരംഭകയായ രേഷ്മ മാണിക്കോത്ത്, ആദ്യകാലം മുതലുള്ള പ്രവർത്തകയും മികച്ച നാടക നടിയുമായ CDS വൈസ് ചെയർപേഴ്സണുമായ K സുമതി, വേലാശ്വരം എന്നിവരെയാണ് അനുമോദിച്ചത്. CDS ചെയർപേഴ്സൺ K അശ്വിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ, MV രാഘവൻ, C കുഞ്ഞാമിന, ഗീതാ ബാബു, കാർത്യായനി, ഡോക്ടർ നിഷ, M അനില, T ഷൈജു എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ K സുമതി സ്വാഗതവും റിസോഴ്സ് പേഴ്സൺ ബ്രീജ പാടിക്കാനം നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മുരിങ്ങയില, ചേമ്പില, മത്തനില, തവര, കാന്താരിയില തുടങ്ങി വിവിധതരം ഇലകൾ ഉപയോഗിച്ചുള്ള ഇലക്കറിയും ചമ്മന്തിയും കർക്കിടക കഞ്ഞിയും വിതരണം ചെയ്തു. കർക്കിടക കഞ്ഞിയും വിവിധതരം ഇലകൾ ഉപയോഗിച്ചുള്ള ഇലക്കറികളും പരിപാടിയിൽ പങ്കെടുത്തവർക്കും വിശിഷ്ടാതിഥികൾക്കും ഏറെ സ്വാദിഷ്ടമുള്ളതായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചീമേനിയിലെ BTech ബിരുദദാന ചടങ്ങ് ഓഗസ്റ്റ് 7-ന് തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു P അൽഗൂർ മുഖ്യാതിഥിയാകും. 2022-26 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങായ ദീക്ഷാന്ത് ഓഗസ്റ്റ് 7-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് നടക്കും. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ കഴിഞ്ഞ അധ്യയന വർഷത്തെ BTech ഫലത്തിൽ 75% വിജയത്തോടെ സംസ്ഥാനത്ത് 15-ാം സ്ഥാനം കോളേജിന് ലഭിച്ചതിന്റെ ആഹ്ലാദവുമുണ്ട്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ജോയിന്റ് രജിസ്ട്രാർ ശ്രീ സതീഷ് കുമാർ C, ഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ S ജയകുമാർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2025-26 അധ്യയന വർഷത്തെ BTech ഫലത്തിൽ 75% വിജയശതമാനത്തോടെ സംസ്ഥാന തലത്തിൽ 15-ാം സ്ഥാനം കരസ്ഥമാക്കി കോളേജ് ശ്രദ്ധേയമായ നേട്ടമാണ് സ്വന്തമാക്കിയത്. ഈ അക്കാദമിക് മികവിന് മാറ്റുകൂട്ടുന്നതാണ് 180ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദീക്ഷാന്ത് 2026 ചടങ്ങ് സംഘടിപ്പിക്കുന്നത്.
ഈ അക്കാദമിക് മികവിന് മാറ്റുകൂട്ടുന്നതായാണ് 180 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ബിടെക് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വൈസ് ചാൻസലർ ഡോക്ടർ സിദ്ദു പി അൽഗൂർ മുഖ്യാതിഥിയാവും. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ പി ജയപ്രകാശ്, സാങ്കേതിക സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ സി സതീഷ് കുമാർ, കേബ് ഡയറക്ടർ ഡോക്ടർ എസ് ജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ എ കെ നവീന, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നാരായണൻകുട്ടി മനിയേരി, ഡി കെ സുജിത്, ടി വി ഷൈനി, കെ അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്രക്കൊള്ളയ്ക്കുമെതിരെ CPIM പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നിയമത്തെ ഇടത് സർക്കാർ ശക്തമായി എതിർത്തിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അധികാരത്തിലെത്തിയാൽ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അത് നടപ്പാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഭ്രാന്തൻ കുറുക്കനെ കൊന്നു. തൃക്കരിപ്പൂർ തെക്കേ മാണിയാട്ട് പ്രദേശത്ത് ദിവസങ്ങളായി ഭീതി വരുത്തിയ ഭ്രാന്തൻ കുറുക്കനെ നാട്ടുകാർ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കൊന്നു. കർണാടകയിലെ BJP യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടൂരു കൊല്ലപ്പെട്ട കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതിയെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. സുള്യ സ്വദേശിയായ ഉമ്മർ ഫാറൂഖാണ് കൊച്ചിയിൽ നിന്ന് പിടിയിലായത്. കടലാക്രമണം തുടർക്കഥയായ കാവുകോടി കടപ്പുറത്ത് ടെട്രോപാഡ് കടൽ ഭിത്തിയൊരുക്കണമെന്ന് മൊഗ്രാൽ പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രൂക്ഷമായ കടലാക്രമണത്തിൽ തീരദേശ റോഡ് പൂർണ്ണമായും നിരവധി തെങ്ങുകളും കടലെടുക്കുകയുണ്ടായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 1-ാം വാർഡിൽ തലപ്പാടി മരിയ ആശ്രം പള്ളി പരിസരത്തു നിന്നും അനധികൃതമായി നടത്തിയ മണ്ണെടുപ്പിനെ തുടർന്ന് വൻ മലഞ്ചെരിവ് ഇടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.